ഇന്നത്തെ നമ്മുടെ കഥയമ്മയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു വൃത്തം നമ്മൾ പൂർത്തിയാക്കാൻ പോവുകയാണെന്ന് നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് രാമേന്ദ്രൻ സാർ എന്നോട് പറഞ്ഞു. അപ്പോൾ പ്രേക്ഷകരോടും ഞാൻ പറയുകയാണ്, നമ്മൾ പറഞ്ഞു വന്ന കഥകളുടെ ഒരു വൃത്തം പൂർത്തിയാക്കുന്ന ഒരു എപ്പിസോഡാണ്. എന്താണ് ആ വൃത്തത്തിൻ്റെ പ്രത്യേകത? നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ശ്രീ യുക്തേശ്വർ ഗിരിയെ പറ്റിയാണ്. സത്യത്തിൽ ഇദ്ദേഹത്തിനെ നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾക്ക് നന്നായിട്ട് അറിയാം. ഈ ആത്മീയ പാതയിലുള്ളവർക്ക് പ്രത്യേകിച്ച്, അല്ലാത്തവർക്ക് അറിയില്ല. അപ്പൊ പരമഹംസ യോഗാനന്ദയുടെ നേരിട്ടുള്ള ഗുരു ആണ്. അപ്പോ നമ്മൾ ഇതിനു മുമ്പ് കുറെ ഗുരുക്കന്മാരെ പറഞ്ഞു, നമ്മള് അതുകൊണ്ടാണ് ഈ വൃത്തം എന്ന് പറഞ്ഞത് അല്ലേ? ഇന്നിപ്പോ യുക്തേശ്വർ ഗിരി, ഇതിനു മുമ്പ് നമ്മള് യുക്തേശ്വർ ഗിരിയുടെ ഗുരു ലാഹിരി മഹാശയനെ പറ്റി സംസാരിച്ചു. ലാഹിരി മഹാശയന്റെ ഗുരു മഹാവതാർ ബാബാജിയെ പറ്റിയും നമ്മൾ സംസാരിച്ചിരുന്നു. പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും. അതെ, അതൊക്കെ അവർ ഓർക്കുന്നുണ്ടാവും. കാരണം അതൊക്കെ ധാരാളം പേര് കണ്ടിട്ടുള്ളതാണ്. നമ്മൾ നല്ല പ്രതികരണങ്ങൾ കിട്ടിയിരുന്നു. അതെ, ലാഹിരി മഹാശയനെ കാണുമ്പോൾ മോഹൻലാൽ കാശിയിൽ ആ വീട് അന്വേഷിച്ച് നടന്ന കാര്യമൊക്കെ നമ്മൾ പറയുകയൊക്കെ ചെയ്തിരുന്നു. അതിനെപ്പറ്റി ഒരാൾ ലേഖനം എഴുതിയതൊക്കെ ഞാൻ പരാമർശിക്കുകയൊക്കെ കാലത്ത് ചെയ്തിരുന്നു. അപ്പോൾ പല ആളുകളും പല സ്ഥലത്തും പോയി ഇത്തരം ആളുകളുടെയൊക്കെ വീട് ഒക്കെ അന്വേഷിച്ച്, ആശ്രമം ഒക്കെ അന്വേഷിച്ച് കാണാറൊക്കെ ഉണ്ട്. മലയാളികളിൽ തന്നെ ഒരു ന്യൂനപക്ഷമാണെങ്കിൽ പോലും ഇതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പരമഹംസ യോഗാനന്ദ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ഓഫ് യോഗിയിൽ ധാരാളമായിട്ട് പരാമർശിച്ചിട്ടുള്ള ഗുരുവിനെ പറ്റി. അപ്പോൾ ഈ ശ്രീ യുക്തേശ്വർ ഗിരി എന്നാണ് ഇദ്ദേഹത്തിന് ഈ ദീക്ഷ കൊടുക്കുമ്പോൾ ശ്രീ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ശ്രീ ഇന്നയാള് എന്ന് പറയുന്ന പോലത്തെ ശ്രീ അല്ല, ഇത് പേരിന്റെ ഭാഗമാണ്. അതും കൂടി ചേർന്നുള്ള പേരാണ്. അതും അങ്ങനെ പറയുന്നതാണ് ശരി എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആളുകൾ പൊതുവെ യുക്തേശ്വർ ഗിരി എന്നാണ് പറയാറ്. അപ്പോൾ ശ്രീ യുക്തേശ്വർ ഗിരി പ്രിയനാഥ് കരാർ എന്നാണ്, ബംഗാളി ആണ്. അവിടെ സറാംപൂരിൽ 1855 ആണ് ജനിക്കുന്നത്. ഈ സറാംപൂര് നമ്മൾ കോളനി വാഴ്ചകളുടെ ചരിത്രമൊക്കെ പറയുമ്പോൾ അതിൽ ധാരാളമായിട്ട് കാണുന്ന ഒരു നഗരമാണ് ഈ സറാംപൂര്. ബംഗാളിലെ ഡച്ചുകാരും ഒക്കെ ആദ്യമായിട്ട് വരുന്നത്, പിന്നെ ആദ്യമായിട്ട് അച്ചടി ഉണ്ടാകുന്നത്, പ്രസ് സ്ഥാപിക്കുന്നത്, അങ്ങനെയൊക്കെ ഉണ്ട് മിഷനറി പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്. അത് നമ്മുടെ കോട്ടയത്ത് അങ്ങനെ ഉണ്ടല്ലോ. കോട്ടയത്ത് ബെഞ്ചമിൻ ബെയ്ലിയുടെ പ്രസ്, അവിടെ ആ പ്രസിന്റെ പഴയ ഈ ചവിട്ടി അടിക്കുന്ന പ്രസ് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ മലയാള ലിപി കൊത്തി ഉണ്ടാക്കുന്നൊക്കെ ഇതുപോലെ ബംഗാളി ലിപി കൊത്തി ഉണ്ടാക്കുന്ന കഥയൊക്കെ ഈ സറാംപൂരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വായിക്കാറുണ്ട്. അതിന്റെ ആളുകളൊക്കെ മിഷനറി പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ബൈബിൾ അച്ചടിക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, മലയാളം ബൈബിളിന് വേണ്ടിയിട്ടാണ് അവിടെ കൊത്തിയത്, ഇവിടെ കൊത്തിയത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സറാംപൂരിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ക്രിയായോഗം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആള്. അതുപോലെ ഇൻ്റലക്ച്വലാണ്. അപ്പോൾ ഇൻ്റലക്ച്വലായ കാര്യങ്ങളാണ് ഇദ്ദേഹത്തിനെ പറ്റി പറയാറുള്ളത്. മറ്റവരെ പോലെ ഈ അത്ഭുത പ്രവൃത്തികളൊന്നും ഇദ്ദേഹത്തിനെ പറ്റി പറയാനില്ല. ജ്യോതിഷം, അസ്ട്രോണമി ഇതിലൊക്കെ വലിയ വിദഗ്ധനായിരുന്നു. നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. ഗീത, ഉപനിഷത്ത് അതിനെപ്പറ്റിയൊക്കെ ധാരാളം എഴുതിയിട്ടുമുണ്ട്. വാരാണസിയിലെ ലാഹിരി മഹാശയന്റെ ശിഷ്യനായിരുന്നു വളരെ കാലത്തോളം. 2 ആശ്രമങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഒന്ന് സറാംപൂരിൽ, 2 പുരിയിൽ, ഇപ്പോഴത്തെ ഒഡീഷയിലെ പുരിയിൽ. 2 ആശ്രമങ്ങളിലും ഓരോ വർഷവും മാറി 6 മാസം തുടങ്ങി മാറി താമസിക്കുമായിരുന്നു. സറാംപൂരിൽ പൊതുവെ ആ കാലത്ത് ഒരു പരിഷ്കരണവാദി ആയിരുന്നു ഇദ്ദേഹം. സാധാരണഗതിയിൽ ഒരു ഹിന്ദു സന്യാസി ചെയ്യുന്നതിനപ്പുറം പോയി ബൈബിളൊക്കെ വായിച്ചിട്ട് അതുമായി ഹിന്ദു മതത്തെ താരതമ്യം ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. കൈവല്യ ദർശനം നമ്മുടെ ചട്ടമ്പിസ്വാമികൾ ചെയ്തിട്ടുണ്ടല്ലോ, ക്രിസ്തു മതഛേദനം അങ്ങനെയാണല്ലോ എഴുതിയത്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏറ്റുമാനൂർ ഭാഗത്തൊക്കെ ഈ ഉപദേശികൾ ധാരാളം പ്രസംഗങ്ങൾ നടത്തുമല്ലോ ക്രിസ്തു മതത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടി. ഇത് ആ ഭാഗത്ത് വലിയ ശല്യമായപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ അടുത്ത് ചിലർ ചെന്ന് പറഞ്ഞിട്ട് ആ മിഷനറി പ്രവർത്തനത്തിന് ചെറുക്കാൻ വേണ്ടി എഴുതിയതാണ്. അതുകൊണ്ടാണ് യേശുവിനെ പറ്റി കുറച്ച് വിമർശനാത്മകമായ പരാമർശങ്ങളൊക്കെ അതിൽ വന്നിരിക്കുന്നത്.
അതിൻ്റെ ഭാഗമായിട്ടാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ സെറാംപൂരിൽ ഈ നമ്മുടെ ചടങ്ങുകൾ ഹിന്ദുമതത്തിൻ്റെ അതൊക്കെ നോക്കി നടത്തുന്നൊക്കെ ഉണ്ടായിരുന്നു. ആഘോഷങ്ങൾ ഇതൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. സത്സംഗ സഭ എന്ന് പറഞ്ഞിട്ടൊരു സഭയും സ്ഥാപിച്ചിരുന്നു. വലിയ ഉൾക്കാഴ്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ ശിഷ്യന്മാരുടെ കാര്യത്തിലൊക്കെ വലിയ കാർക്കശ്യം ഉണ്ടായിരുന്നു. നോക്കിയും കണ്ടുമൊക്കെ ശിഷ്യന്മാരെ സ്വീകരിക്കുമായിരുന്നുള്ളൂ. വളരെ ഒരുപാട് ശിഷ്യന്മാരൊന്നും വേണ്ടായിരുന്നില്ല, വിരലിലെണ്ണാവുന്ന. കാരണം കൂടെ താമസിച്ച് പഠിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയ പ്രധാനപ്പെട്ട ആളാണ് ഈ പരമഹംസ യോഗാനന്ദ. കൂടെ നിന്ന് അദ്ദേഹം ഒരു ഇന്റലക്ച്വൽ ബെൻഡ് ഓഫ് മൈൻഡ് ഉള്ള ആളാണല്ലോ. അപ്പോൾ സത്യാനന്ദഗിരി എന്ന് പറഞ്ഞിട്ടൊരു ശിഷ്യനും ഉണ്ട് ഈ പരമഹംസ യോഗാനന്ദയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ആള്. ഇവരൊക്കെ ഇദ്ദേഹത്തിനൊരു ജ്ഞാനാവതാരമായിട്ടാണ് ശ്രീ യുക്തേശ്വർ ഗിരി മഹാരാജനെ കണ്ടിരിക്കുന്നത്. അച്ഛൻ ക്ഷേത്രനാഥ്, അമ്മ കദംബിനി. അച്ഛൻ നേരത്തെ മരിച്ചുപോയി. അപ്പോൾ ഈ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഇദ്ദേഹത്തിന്റെ ചുമലിൽ വന്നു. ചെറിയ കുട്ടിയാണെങ്കിൽ പോലും ഒരു കുടുംബത്തിലൊരു ആൺകുട്ടി 6 വയസ്സാണെങ്കിലും 7 വയസ്സാണെങ്കിലും വേറൊരു പുരുഷനില്ലെങ്കിൽ ഈ കുട്ടി ഏറ്റെടുക്കാൻ തുടങ്ങും ഭരണം. അമ്മയ്ക്ക് വയസ്സുണ്ടെങ്കിൽ ഇങ്ങനൊരു പ്രതിഭാസം സാധാരണ എല്ലാ വീടുകളിലും കാണാറുണ്ട്. വീടുകളിലുള്ളതാണ്. ആൺകുട്ടികൾ സ്വമേധയാ ഞാനാണ് ഇവിടുത്തെ ആളെന്ന് ഭാവിക്കാറുണ്ട്. അതെ, അങ്ങനെ ഭാവിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് ഭൂമിയൊക്കെ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങൾ നോക്കി നടത്തുന്നതും ഒക്കെ ഈ കുട്ടിയായിരുന്നു. പ്രിയനാഥ് എന്നാണ് കുട്ടിയുടെ പേര്. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ക്രിസ്ത്യൻ മിഷണറി കോളേജിലാണ് പഠിച്ചത്, അവിടെ തന്നെ സെറാംപൂരിൽ. ബൈബിളിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നു അവിടെ പഠിക്കുമ്പോൾ. പ്രത്യേകിച്ച് അവിടെ പഠിപ്പിക്കുന്നവരുമൊക്കെ ഇതിനെപ്പറ്റി ധാരാളം പറയുന്നുണ്ടാവും. എന്തായാലും അതിൽ താല്പര്യം വന്നു. അത് നന്നായിട്ട് വായിക്കുകയൊക്കെ ചെയ്തിട്ട് ദ ഹോളി സയൻസ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. ബൈബിളും ഹിന്ദുമതവും തമ്മിലുള്ള താരതമ്യമൊക്കെ ചെയ്തിട്ട് നമ്മുടെ യോഗ വിദ്യയുണ്ടല്ലോ, യോഗവിദ്യയും ബൈബിളും തമ്മിലുള്ള താരതമ്യമാണ് ദ ഹോളി സയൻസ് എന്ന് പറഞ്ഞ പുസ്തകത്തിലുള്ളത്. 2 വർഷം കൽക്കട്ട മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്നു ഡോക്ടറാകാൻ വേണ്ടി. എന്നിട്ട് അത് അവസാനിപ്പിച്ചിട്ടാണ് ഈ സന്യാസത്തിലേക്ക് ലാഹിരി മഹാശയൻ്റെ അടുത്തേക്ക് വാരാണസിയിൽ പോകുന്നത്. ആത്മീയ താല്പര്യം വല്ലാതെ ഉറഞ്ഞു കൂടിയപ്പോൾ മറ്റേ ആത്മാവിൽ വിവാഹം ചെയ്തിരുന്നു. ഒരു പെൺകുഞ്ഞും ഉണ്ടായിരുന്നു. പക്ഷെ ഭാര്യ മരിച്ചുപോയി. അതിനുശേഷമാണ് സന്യാസം. അതിന് കഴിഞ്ഞിട്ട് ബോധഗയയിൽ പോയിട്ടാണ് ആദ്യം സന്യാസത്തിലേക്ക് പോകുന്നത്. അവിടെ വെച്ചിട്ടാണ് ശ്രീ യുക്തേശ്വർ ഗിരി എന്നുള്ള പേര്. അതൊരു മഹന്ത് ആണ് സന്യാസം. ലാഹിരി മഹാശയനല്ല, ഒരു മഹന്താണ് അവിടെ ഈ സന്യാസ ദീക്ഷ കൊടുക്കുന്നത് ശ്രീ യുക്തേശ്വർ ഗിരി എന്നുള്ള പേരില്. അപ്പോൾ സത്യാനന്ദ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റേ ശിഷ്യൻ പറഞ്ഞിട്ടുണ്ട്, ശ്രീ അത് ആ പേരിൻ്റെ കൂടെ ഉള്ളതാണ്, അതെപ്പോഴും ഓർമ്മ വേണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അദ്ദേഹം. 1884 ലാഹിരി മഹാശയനെ കണ്ടുമുട്ടുന്നത്, എന്നിട്ട് ശിഷ്യപ്പെടുന്നത്. ലാഹിരി മഹാശയനാണ് ക്രിയായോഗം പഠിപ്പിക്കുന്നത്. 1894 കുംഭമേളയ്ക്ക് പോയി. അപ്പോൾ കുംഭമേള ഇന്നലെ അവസാനിച്ചല്ലോ. 1894 കുംഭമേളയിൽ പോയപ്പോൾ അലഹാബാദിൽ, അന്ന് അലഹാബാദ് എന്നാണ് പേര്, അവിടെ വെച്ച് ഗുരുവിനെ കണ്ടു. ലാഹിരി മഹാശയന്റെ ഗുരു മഹാവതാർ ബാബാജിയെ. രണ്ടുപേരും ആകസ്മികമായിട്ട് കുംഭമേളയിൽ വെച്ച് ഗുരുവിനെ മഹാവതാർ ബാബാജിയെ കണ്ടു. അങ്ങനെ 3 സന്യാസി ശ്രേഷ്ഠന്മാർ ഒരുമിച്ച് കൂടി അതെ കണ്ടു. അപ്പോൾ ലാഹിരി മഹാവതാർ ബാബാജി ഒരു നിർദ്ദേശം വെച്ചു, നീ ഹിന്ദു പുരാണവും ബൈബിളും ഹിന്ദു പുരാണങ്ങളും ബൈബിളും വെച്ചിട്ട് ഒരു താരതമ്യം ചെയ്തൊരു പുസ്തകം എഴുതാനായിട്ട് പറഞ്ഞു. സ്വാമി എന്ന പട്ടവും കൊടുത്തു അന്ന്. 1894 ആ പുസ്തകം വന്നു. അതാണ് കൈവല്യ ദർശനം എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം. വളരെ അസാധാരണമായ ചില കാര്യങ്ങളൊക്കെ വരുന്ന പുസ്തകമാണ് ഈ കൈവല്യ ദർശനം. ഇദ്ദേഹത്തിന് ആസ്ട്രോണോമി നന്നായിട്ട് അറിയാമായിരുന്നത് കൊണ്ട് ഇദ്ദേഹം സ്വന്തമായിട്ടൊരു കാലഗണനയുടെ സിസ്റ്റം ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം കൈവല്യ ദർശനത്തിൽ പറയുന്നത് ഇപ്പോൾ നമ്മൾ കലിയുഗത്തിലാണ്
എന്ന് പറയുന്നത് ശരിയല്ല. ഉം. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ദ്വാപരയുഗം. കലിയുഗം കഴിഞ്ഞു. അല്ല, കലിയുഗം പിന്നെയാണല്ലോ വരുന്നത്. നമ്മളിപ്പോ നടക്കുന്നത് ദ്വാപരയുഗത്തിലാണ് ഉം. എന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം. ഉം. അപ്പോൾ ഈ കാലഗണനയൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ ഡേവിഡ് ഫ്രൗളി എന്ന് പറഞ്ഞിട്ട് ഉം. നമ്മുടെ ഹിന്ദു മതത്തിന്റെ കൂടെയുള്ള പുസ്തകങ്ങളൊക്കെ എഴുതുന്ന ഡേവിഡ് ഫ്രൗളി പറയുന്നത് ഇത് കുറച്ചുകൂടി ഭേദപ്പെട്ട സിസ്റ്റമാണ്. ഈ സിസ്റ്റം വെച്ചിട്ട് ശ്രീകൃഷ്ണന്റെയും ശ്രീരാമന്റെയൊക്കെ ഉം. ജീവിതകാലം കൃത്യമായിട്ട് നമുക്ക് ഗണിച്ചെടുക്കാൻ കഴിയും എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തായാലും പൊതുവെ ഇത് സ്വീകരിക്കാൻ സാധ്യതയില്ല. ഉം. കാരണം കലിയുഗവും നമ്മൾ കൽക്കിയൊക്കെ പ്രതീക്ഷിച്ച് ഉം. കൽക്കി അവതാരമൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളാണ് നമ്മൾ. ഉം. ദ്വാപരയുഗത്തിലൊക്കെ നമ്മൾ ശ്രീകൃഷ്ണന്റെ അവതാരവും അല്ലേ, ഉം. അവതാരവും ഒക്കെ കഴിഞ്ഞതായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. അപ്പം അത് തിരിച്ചിടുന്ന ഒരു സംഗതിക്ക് ഒരു പൊതു സ്വീകാര്യത കിട്ടാൻ സാധ്യതയില്ലെങ്കിലും ഉം. ഇദ്ദേഹം അങ്ങനെ ഒരു കാലഗണന കൈവല്യ ദർശനത്തിൽ നടത്തിയിട്ടുണ്ട്. സറാംപൂരിലൊരു മാളിക വീടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ. നല്ല സൗകര്യമൊക്കെ ഉള്ള ആളുകളായിരുന്നു. അതാണ് ആശ്രമമാക്കി രൂപപ്പെടുത്തിയത്. പ്രിയധം എന്നായിരുന്നു ആശ്രമത്തിൻ്റെ പേര്. 1903 കരാർ ആശ്രമം ഉണ്ടാക്കി അവിടെയാണ് ഈ ശിഷ്യന്മാരെയൊക്കെ പഠിപ്പിച്ചിരുന്നത്. കൂടെ നിൽക്കുന്ന ശിഷ്യന്മാരല്ല, സാധാരണ വരുന്നവരെയും ഒക്കെ പഠിപ്പിച്ചിരുന്നത്. സാധ്യസഭ എന്ന് പറഞ്ഞിട്ടൊരു സഭയും ഉണ്ടാക്കി. സ്കൂളുകൾക്കൊക്കെ ഒരു സിലബസ്, നമ്മുടെ ഹിന്ദു നമ്മളിപ്പോൾ അങ്ങനെയല്ല സിലബസുകൾ, കള്ളമാണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാമല്ലോ. ഔറംഗസേബ് മഹാൻ, ടിപ്പു സുൽത്താൻ മഹാൻ എന്നൊക്കെ അല്ലേ പഠിപ്പിക്കുന്നത്. ഇന്ത്യയിലെ രാജാക്കന്മാരെ അനിക്സ്പ്രേ പോലെ കണ്ടുപിടിക്കാൻ പോലും ഇല്ല. അതെ, ഒരാൾ പോലും ഇല്ല എൻ്റെ അകത്ത്. അങ്ങനെ സ്കൂളുകൾക്കൊരു സിലബസ് ഇദ്ദേഹം തയ്യാറാക്കിയിരുന്നു. ഫിസിക്സ്, ഫിസിയോളജി, ജിയോഗ്രഫി, അതിൽ അസ്ട്രോണമിയും അസ്ട്രോളജി കൂടിയുള്ളൊരു സിലബസ് എന്ന് പറഞ്ഞാൽ പ്രൈമറായിട്ട് ആദ്യത്തെ പുസ്തകം കുട്ടികൾക്ക് ആദ്യം പഠിക്കേണ്ടതായിട്ടാണ് തയ്യാറാക്കിയിരുന്നത്. ആദ്യത്തെ ഇംഗ്ലീഷ് പുസ്തകം, ആദ്യത്തെ അസ്ട്രോണമി പുസ്തകം, ഇതൊക്കെ ഇപ്പോഴും സ്വീകരിച്ച് പഠിപ്പിക്കാവുന്നതേ ഉള്ളൂ. 1919 മുകുന്ദലാൽ ഘോഷ് ഇദ്ദേഹത്തിനെ അന്വേഷിച്ച് ചെല്ലുന്നത്, ശ്രീ യുക്തേശ്വർ ഗിരിയെ. ഈ മുകുന്ദലാൽ ഘോഷ് ആണ് നീണ്ടകാല ശിഷ്യനായി കൂടെ ഉണ്ടായിരുന്ന, ശരിക്കും ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് മുഴുവൻ ആവാഹിച്ചെടുത്തത്. ആ മുകുന്ദലാൽ ഘോഷാണ് പരമഹംസ യോഗാനന്ദ എന്ന് പറഞ്ഞ് പിന്നെ ഈ ക്രിയായോഗം മുഴുവൻ ലോകത്ത് വ്യാപിക്കാനും ഈ ഗുരുക്കന്മാരെയൊക്കെ നമ്മൾ അറിയാനും കാരണമായത്. അല്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെ പെട്ടുപോയേനെ, അഗണ്യ കോടിയിൽ തള്ളപ്പെട്ടു പോയേനെ. അപ്പോൾ ആ ശിഷ്യന്മാർ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം അതേപ്പറ്റി പറഞ്ഞു, ഞാൻ സ്പർശിച്ചാൽ മുക്തി, രക്ഷ എന്നുള്ള അന്ധവിശ്വാസം ശരിയല്ല. അതുകൊണ്ട് സ്വർഗരഥമൊന്നും നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് വരികയില്ല. ഞാൻ തൊട്ടതുകൊണ്ട് സ്വർഗരഥമൊന്നും വരികയില്ല. വളരെ യാഥാർത്ഥ്യബോധത്തോട് വിവേകാനന്ദ സ്വാമികളുടെ കഥയിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. സ്വാമിയോട് നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകന് എന്തോ മാനസിക വിഭ്രാന്തിയുണ്ട്, സ്വാമി ഇങ്ങനെ അത്ഭുതങ്ങളൊന്നും ചെയ്തിട്ടില്ലോ, അങ്ങൊന്ന് അനുഗ്രഹിക്കണം, അവൻ്റെ അസുഖം മാറ്റണം എന്ന് പറഞ്ഞു. പെട്ടുപോയി സ്വാമി എന്നിട്ട് അവൻ്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞാൽ പക്ഷേ ഭാഗ്യവശാൽ അവൻ്റെ രോഗം മാറി. പക്ഷേ അന്ന് രാത്രി സ്വാമി അവിടുന്ന് കടന്നു. കാരണം സ്വാമി പറയുന്നത് ഇനി ഒരുപക്ഷെ ഇതേപോലെയുള്ള ആളുകളെല്ലാം കൂടെ വീണ്ടും വരും, വന്നു കഴിഞ്ഞാൽ അന്നേരം നടന്നില്ലെങ്കിലോ. അത്ഭുത സിദ്ധികളൊന്നും സ്വാമിക്കറിയില്ല. ഇല്ല. ശ്രീനാരായണ ഗുരുവിനെ പറ്റിയൊരു പ്രസിദ്ധമായ കഥയുണ്ടല്ലോ. ഒരമ്മ പോയിട്ട് ഈ കുട്ടി ഒരുപാട് ശർക്കര തിന്നുന്നുണ്ട്, സ്വാമി ഒന്ന് ഉപദേശിക്കണം, ഇങ്ങനെ തിന്നുന്നത് ശരിയല്ല, ഒരു 2 ദിവസം കഴിഞ്ഞ് വരൂ എന്ന് സ്വാമി പറഞ്ഞു. സ്വാമി ശർക്കര കഴിച്ചുകൊണ്ടിരിക്കരുത്. സ്വാമിക്ക് ശർക്കര തിന്നുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഇത് നിർത്തിയിട്ട് വേണമല്ലോ ഉപദേശിക്കാൻ എന്ന് പറയും. അങ്ങനെ ഗുരുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ, ഗുരുവിനെ കണ്ടെത്തുന്നതെന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ്. ഇത് സംഭവിക്കുന്നതാണല്ലോ. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ. അങ്ങനെ ഗുരുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ കിട്ടുന്ന സ്പർശം ജ്ഞാനം വിരിയാൻ സഹായിക്കും. സ്വർഗരഥം വരാനല്ല, ജ്ഞാനം അറിവുണ്ടാവും, അത് വികസിക്കാൻ സഹായിക്കും. ആ ജ്ഞാനത്തെ ആദരിച്ച് സ്വയം സന്യാസിയാവുകയാണ് വേണ്ടത്. സ്വയം സന്യാസിയാവുക, അല്ലെങ്കിൽ ആരെങ്കിലും തൊട്ടനുഗ്രഹിച്ചല്ല സന്യാസിയാവുന്നത്. അതെ, ഇങ്ങനെയൊക്കെ ആളുകൾ പ്രചരിപ്പിക്കാറുണ്ട്, മൊത്തം കിട്ടി എന്നൊക്കെ ഉള്ളത്.
അത് വളരെ അറിയപ്പെടുന്ന സന്യാസിമാരും പറയാറുണ്ട്. രാമകൃഷ്ണ പരമഹംസർ തൊട്ട് കഴിഞ്ഞപ്പോൾ മൊത്തം കിട്ടി എന്നൊക്കെ. അപ്പോൾ ഗുരു തന്ന സാധനയാൽ ആത്മാവിനെ ഉയർത്തുക, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ തന്നെ ആത്മാവിനെ നന്മയിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ സമാധി 1936 മാർച്ച് 9 കരാർ ആശ്രമത്തിൽ തന്നെയായിരുന്നു, സ്വന്തം ആശ്രമത്തിൽ. ഇദ്ദേഹത്തിൻ്റെ ഓർക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരുടെ പുസ്തകങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും ഉണ്ട്, ആശ്രമങ്ങളും ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇതുകൂടെ ഓർമ്മയിൽ വെക്കുക, ഇതും കൂടി ഓർമ്മയിൽ വെക്കുക. അത് പല കാര്യങ്ങളും നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക്, ഞാനിപ്പോൾ ജ്യോതിർലിംഗം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ആണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ സെക്രട്ടറി ഒക്കെ ആയിരുന്ന അദ്ദേഹത്തിൻ്റെ മഹാഭാരതമൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, എഴുതിയ പുസ്തകമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടുന്ന അറിവ് വളരെ വലുതാണ്. കാരണം ബ്രഹ്മാവും വിഷ്ണുവും കൂടി ശിവനെ ഈ കാണാനായിട്ട് അവരിൽ ആരാണ് വലിയവൻ എന്ന് അവർ തമ്മിൽ തർക്കമുണ്ടായി ദേവലോകത്ത് വെച്ച്. ബ്രഹ്മാവും വിഷ്ണുവും കൂടി ഇത് ശിവനോട് പോയി ചോദിക്കാനായിട്ട് മറ്റ് ദേവന്മാർ പറഞ്ഞു. ശിവനെ അന്വേഷിച്ച ഒരു ഭൂമിയിൽ വന്നപ്പോൾ ശിവനെ കാണുന്നില്ല. അതാണൊരു പ്രകാശ സ്തംഭമാണ് കാണുന്നത്. അതിന് ആദിയില്ല, അന്തവുമില്ല. മുകൾ വശവും കാണുന്നില്ല, അടിവശവും കാണുന്നില്ല. ഈ പ്രകാശ സ്തംഭമാണ് ഈ ശിവലിംഗം എന്ന് പറയുന്നത്. അല്ലാതെ ഇത് ഒരു അവയവമൊന്നുമല്ല. അപ്പം അങ്ങനെ ഈ അവരെ രണ്ടുപേരും കാണാൻ വന്ന സ്ഥലമാണ് തിരുവണ്ണാമലൈ, അരുണാചലം എന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് വിവരങ്ങൾ ഉള്ള പുസ്തകമാണ് ഇത്. നമ്മൾ ഇതിങ്ങനെ, പുസ്തകത്തിന്റെ പേരെന്താ? ജ്യോതിർലിംഗം. ആരെഴുതിയതാ ഇത്? ഈ ജ്യോതിർലിംഗം പുസ്തകം എഴുതിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ സെക്രട്ടറി ആയിരുന്ന ബിബേക് ദബ്രോയ്. ഇക്കണോമിസ്റ്റ് ആയിരുന്നു അദ്ദേഹം പ്രധാനമായിട്ടും. പക്ഷെ നമ്മുടെ ഒരുമാതിരി പ്രധാനപ്പെട്ട പുരാണങ്ങൾ, മഹാഭാരതം, രാമായണം, ഇതൊക്കെ ഇദ്ദേഹം മൂലകൃതിയിൽ നിന്ന്, സംസ്കൃതത്തിൽ നിന്ന് പരിഭാഷ ചെയ്തിട്ടുണ്ട് നമ്മുടെ ആധുനികമായ ഭാഷയിൽ. ഇപ്പൊ കിസരി മോഹൻ ഗാംഗുലിയുടെ ഒക്കെ കുറച്ച് പഴയ ഇംഗ്ലീഷാണല്ലോ. ഇത് ആധുനികമായ ഭാഷയിൽ ഇത് മുഴുവൻ ആവശ്യമുള്ളത് മുഴുവൻ പരിഭാഷ ചെയ്തിട്ടാണ് അടുത്ത കാലത്ത് അദ്ദേഹം വിടവാങ്ങിയത്. അപ്പോൾ ബിബേക് ദബ്രോയ് ഒരു ഗവേഷകന്റെ കൂടെ ആണ് ഈ ജ്യോതിർലിംഗങ്ങളെ പറ്റി എഴുതിയിരിക്കുന്നത്. 12 ജ്യോതിർലിംഗങ്ങളാണല്ലോ ഉള്ളത്. ഏറ്റവും ആദ്യത്തത് സോമനാഥില്. മറ്റേ സംഭവം നടന്നത് അരുണാചല, ആ മല, തിരുവണ്ണാമല. നമ്മൾ തിരുവണ്ണാമലയിലൊക്കെ പോകുമ്പോഴും ഇവിടെയാണ് ആദ്യം മറ്റേ ശിവലിംഗം, അതായത് ജ്യോതിർലിംഗം, മറ്റേ പ്രകാശ സ്തംഭമായിട്ടുണ്ടായത് എന്നൊക്കെ ഉള്ളത് നമ്മൾ അത്രയും പുരാണം നമ്മൾ ഓർക്കില്ലല്ലോ. അതൊക്കെയാണ് നമ്മൾ ഇത് വായിക്കുമ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. ഇത്തരം യോഗിമാരെ പറ്റി പഠിക്കുമ്പോഴും ഒക്കെ അതിന്റെ ഗുണം അതാണ്. ഏതായാലും നമ്മൾ നമ്മുടെ ഋഷി പരമ്പരയിലെ അനുഗ്രഹീതരായ ഏറ്റവും അതുല്യരായ കുറേ ഗുരുക്കന്മാരെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. നമ്മൾ കുറേ പേരെ നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. പലരെയും കുറിച്ചുള്ള അറിവുകൾ പുതുതായിരുന്നു പറയുന്നു. ചിലരൊക്കെ പറയുന്നു അറിയാമായിരുന്നു, പക്ഷേ ഇത് കിട്ടിയപ്പോൾ കൂടുതൽ വ്യക്തമായ ചിത്രം കിട്ടിയെന്ന് പറഞ്ഞു. ഏതായാലും നമ്മളൊരു ആത്മീയ യാത്രയാണ് നമ്മുടെ കഥമമയിൽ കൂടെ നമ്മൾ ഈ ഗുരുപരമ്പരകളിലൂടെ സഞ്ചരിച്ചത്. അതിൻ്റെ ഒരു വൃത്തം പൂർത്തിയായി. പക്ഷേ നമ്മൾ സഞ്ചാരം നിർത്തുകയല്ല, വീണ്ടും പുതിയ ഗുരുക്കന്മാരെ കൂടി നമ്മൾ ഈ പരമ്പരയിൽ കൊണ്ടുവരും. ഗുരുക്കന്മാരെ കുറിച്ച് മാത്രമല്ല, നമ്മുടെ ഈ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ടല്ലോ, സ്ഥലങ്ങളും വസ്തുതകളും അതും കൂടി നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഏതായാലും കഥയമ്മയോടൊപ്പമുള്ള സഞ്ചാരം തുടരുക. നമ്മൾ എല്ലാ ദിവസവും കഥയമ്മ ചെയ്യുന്നുണ്ട്. ചില ദിവസങ്ങളിൽ കഥയമ്മ എന്ന് നമ്മൾ ടൈറ്റിലൊന്നും കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഏതായാലും പ്രേക്ഷകർക്ക് നന്ദി. നമ്മൾ വീണ്ടും കഥയമ്മയുമായി നാളെ ഉണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.